ഇസ്ലാമിൽ കൊല്ലൽ അനുവദനീയമായ ചില ജീവികളുണ്ട്. ഒരുപാടുണ്ട്. ഒന്നാമതായി കൽബുൻ അഖൂ, പിരാന്തുള്ള നായ് അഥവാ പേപ്പട്ടി എന്ന് മലയാളത്തിൽ പറയും. അതിനെ കൊല്ലൽ അനുവദനീയമാണ്. കാരണം അത് കടിച്ചാൽ ചിലപ്പോൾ ആളുകൾക്ക് ഭ്രാന്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭ്രാന്ത് പകരും. അപ്പോൾ ആളുകൾക്കത് വലിയ ബുദ്ധിമുട്ടാകും, വലിയ പ്രയാസമാകും. അതുപോലെ തന്നെ കൊല്ലൽ അനുവദനീയമായ മറ്റൊരു ജീവിയാണ് വിഷമുള്ള പാമ്പ്. വിഷമുള്ള പാമ്പ് എന്ന് പറയുമ്പോൾ വിഷമില്ലാത്ത പാമ്പിനെ കൊല്ലൽ ഇല്ല. അതുപോലെ തന്നെ പാമ്പിൻ്റെ കോലത്തിൽ ജിന്നുകൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് പാമ്പിനെ കൊന്നാൽ പിന്നെ അവർക്ക് പ്രയാസമുണ്ടാവുക, ഇതൊക്കെ സാധാരണ ഉണ്ടാവലുണ്ട്. അപ്പോൾ പാമ്പിൻ്റെ കോലത്തിൽ ജിന്നുകൾ ചിലപ്പോൾ വരും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊരു പാമ്പ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വിഷമുള്ള പാമ്പാണ്. അപ്പോൾ ഹദീസിലൊക്കെ കാണും, ആ പാമ്പിനോട് 3 വട്ടം പറയാം, നീ പോകണം, നീ പോണം, അല്ലെങ്കിൽ നിന്നെ കൊല്ലും എന്നൊക്കെ ആൾക്കാർ പറയലുണ്ടല്ലോ. അങ്ങനെ 3 വട്ടം പറയാം. അങ്ങനെ പറഞ്ഞിട്ട് നല്ല ജിന്നിൻ്റെ കോലത്തിലോ അല്ലെങ്കിൽ മറ്റോ വന്നതാണെങ്കിൽ അതിൻ്റെ ഹാലിലേക്ക് അത് പോവും. അതേസമയം എത്ര പറഞ്ഞിട്ടും അത് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അത് കടിക്കും. അപ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ 3 പ്രാവശ്യം പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ അതിനെ കൊല്ലാം. കാരണം അത് ജീവന് തന്നെ പലർക്കും അപകടമായി മാറും. അതേസമയം പാമ്പിനെ കൊന്നാൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ നിഴൽ വീണാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് പാമ്പ് വന്നു എന്നതുകൊണ്ട് ആ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല ാക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല. പല്ലി വീഴുമ്പോൾ ഇയാളവിടെ ഉണ്ടായി എന്നല്ലാതെ ഇയാളെ മുകളിലേക്ക് പല്ലി വീണു എന്നതുകൊണ്ട് എന്താ പ്രശ്നം? അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു പാമ്പ് വന്നു, അതുകൊണ്ട് ആ വീട് ശരിയില്ല, അല്ലെങ്കിൽ അവിടുത്തെ വാസ്തു ശരിയില്ല, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ ഉണ്ടാകും, അതിനാഗദോഷാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് അത് അന്ധവിശ്വാസമാണ്. അത് ശരിയല്ല. അല്ലാഹു തആല നമുക്കൊക്കെ വലിയ ഖൈറും ബറക്കത്തും സന്തോഷവും അല്ലാഹു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഭക്ഷണം നൽകുന്നവർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും സന്തോഷവും നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാവരുടെ ഖബറിലും അല്ലാഹുവേ നീ സന്തോഷവും പ്രകാശവും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനേ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.